മോദി ധരിക്കാത്തൊരു തൊപ്പിയുണ്ട്, അത് സ്കൾ ക്യാപ്പാണ്, മുസ്ലിം ക്യാപ്പാണ്. അത് മോദി ധരിക്കില്ല. അങ്ങനെ ഒരു വിഷ്വൽ തന്നെ ഉണ്ട്. ഒരു പ്രാവശ്യം ഇങ്ങനെ ഇത് ധരിപ്പിക്കാൻ മോദി നോ എന്ന് പറഞ്ഞു. വളരെ ആലോചിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ആ ഐഡൻറ്റിറ്റി മാത്രം, മോദി സ്വീകരിക്കാത്ത ഒരൊറ്റ ഐഡൻറ്റിറ്റി, എന്താ പറയുക, താതാത്മ്യം പ്രാപിക്കാത്ത ഒരൊറ്റ ഐഡൻറ്റിറ്റി മുസ്ലിം ഐഡൻറ്റിറ്റിയാണെന്ന് നമുക്ക് തോന്നും അങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ. അങ്ങനെയുള്ള ഒരാൾ തമിഴ്നാട്ടിൽ പോയി ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യത വളരെ വളരെ കൂടുതലാണ്. തെളിവില്ലാത്തതുകൊണ്ട് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ചെയ്യാൻ സാധ്യതയുള്ള ആളാണ്. ഒറ്റയ്ക്ക് പാലത്തിൻ്റെ ഉദ്ഘാടനത്തിന് പാലത്തിൽ കൂടെ പോകുമ്പോൾ രണ്ട് വശത്തും കൈവീശി കാണിക്കുന്ന മോദിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവസാനം വൈറ്റ് ഷോട്ട് വന്നപ്പോഴാണ് ഒരു മനുഷ്യനുമില്ല, ആകെ ഉള്ളത് ക്യാമറയാണ്. ഒരു വണ്ടിയിൽ 3-4 ക്യാമറമാരെയും പെറുക്കിയിട്ടിട്ടാണ് ആശാൻ ഏത് പരിപാടിക്കും പോകുന്നത്. എവിടെ പോയാലും അറിയാതെ കൈ ഇങ്ങനെ പോകും, കൈ വീശും. ഇതിന് വിദേശത്തെ ആളുകൾ, വിദേശ രാജ്യത്തെ പ്രമുഖർ വരുമ്പോൾ അവരുടെ കൂടെ നിന്ന് കെട്ടിപ്പിടിക്കുകയും തമാശ പറഞ്ഞു. അതിൻ്റെ ഓഡിയോ ഈയിടയ്ക്ക് ലീക്കായപ്പോഴാണ് മോദി എന്തോ പിച്ചും പേയുമാണ് പറയുന്നത്. കൂടെ നിൽക്കുന്ന ആളുകൾക്കൊന്നും മനസ്സിലായിട്ടില്ല. സുണോ എന്തൊക്കെ സപ്പണ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞാൽ ഹാ എന്ന് പറഞ്ഞ് ജീവിക്കുകയാണ്. മറ്റേക്ക് ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓഡിയോ പുറത്തു വന്നപ്പോഴാണ്. അതിൻ്റെ പേരിലൊരു കോൺട്രവേഴ്സി ഉണ്ട്. അതിനെ കളിയാക്കിക്കൊണ്ടൊരു വീഡിയോ ഇറങ്ങി. ആ വീഡിയോ ഇന്ത്യയിൽ ബാൻ ചെയ്യാൻ ശ്രമിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഒരു നാടക നടൻ എന്ന് പറയുന്ന രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പിടിക്കാൻ പറ്റുന്ന ഒരു കാലിബറുള്ള ആളാണ്. തമിഴ്നാട്ടിൽ മനഃപൂർവ്വമാണ് ചെയ്തതെങ്കിൽ, മനഃപൂർവ്വം അല്ലാതെ ചെയ്താലും ഈ പരിപാടി ചീറ്റിയിട്ടുണ്ട്. ഒരു ജനതയുടെ താതാത്മ്യം പ്രാപിക്കുന്നത് ഇങ്ങനെയല്ല. മോദി ആകെ കൃത്യമായി ചെയ്ത ഒരു നാടകം, അയാളുടെ രാഷ്ട്രീയം വെളിവാക്കിയ നാടകമാണ്. അത് സ്കൾ ക്യാപ്പ് വെക്കില്ല എന്ന് പറയുന്ന മോദിയുടെ നാടകമാണ്. അത് മാത്രമാണ് നടന്നിട്ടുള്ളത്, വിജയിച്ചിട്ടുള്ളത്.